Hi friends, welcome to Easy English. Good morning. ഇന്ന് നമ്മളെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ആദ്യം പറഞ്ഞു പോകുന്നത്. ബേസിക് എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട കാര്യം. എന്തുകൊണ്ട് ബേസിക് വളരെ പ്രധാനമാകുന്നു എന്ന് വെച്ചാൽ, ഒരു ഭാഷ പഠിക്കുമ്പോൾ ആ ഭാഷയുടെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങൾ അറിയാത്തത് കൊണ്ടാണ്, ബേസിക്സ് അറിയാത്തത് കൊണ്ടാണ് പല വിദ്യാർത്ഥികളും ഇംഗ്ലീഷിൽ പിന്നോട്ട് പോകുന്നത്. നമ്മളത് പറഞ്ഞു. അതുകൊണ്ട് ഇതിന്റെ ബേസിക് ആയ കാര്യങ്ങൾ ആദ്യം മനസ്സിലാക്കി വെക്കുക. എനിക്ക് ആദ്യമേ പറയാനുള്ളത്, തീർച്ചയായിട്ടും നിങ്ങളുടെ കയ്യിൽ ഒരു നോട്ട് ബുക്ക്, പേന കരുതുക. ആവശ്യമായ നോട്ടുകൾ കുറിച്ച് വെക്കുക, സംശയങ്ങൾ ചോദിക്കുക. അപ്പോൾ നമ്മൾ ബേസിക് ഉണ്ടാക്കേണ്ട പ്രാധാന്യം എന്താന്ന് വെച്ചാൽ, നമ്മളൊരു ബിൽഡിംഗ് ഉണ്ടാക്കുകയാണെങ്കിൽ, ഒരു സ്കൂൾ ഉണ്ടാക്കുകയാണെങ്കിൽ, ഒരു വീട് വെക്കുകയാണെങ്കിൽ, ആ വീടിന്റെ അടിത്തറ എപ്പോഴും ഭദ്രമായിരിക്കും. അതിന്റെ ഫൗണ്ടേഷൻ വളരെ സ്ട്രോങ് ആയിരിക്കും. എന്നാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിച്ച ബിൽഡിങ്, ഉദ്ദേശിച്ച കെട്ടിടം അതിന് മുകളിൽ നമുക്ക് ഉണ്ടാക്കാൻ കഴിയുകയുള്ളൂ, അല്ലെ? അതുപോലെ തന്നെ ഇതിന്റെ ബേസിക് എന്ന് പറയുന്നത്, നമ്മൾ ഒരു കരിങ്കല്ല് കൊണ്ട് നല്ല ഭദ്രമായ ഒരു കെട്ടിടം ഇതുണ്ടാക്കുകയാണെങ്കിൽ അതിന് മുകളിൽ നമുക്ക് ഫ്ലാറ്റും കെട്ടാം. പക്ഷേ ഒരു നില സാധാരണ ചെങ്കല്ല് കൊണ്ടാണ് നമ്മൾ അതിന്റെ ഭദ്രം അടിത്തറ കെട്ടുന്നത്, ഫൗണ്ടേഷൻ ഉണ്ടാക്കുന്നതെങ്കിൽ നമുക്ക് ഒരു ഫ്ലാറ്റ് അതിന്റെ മുകളിൽ കെട്ടിക്കൊള്ളാൻ കഴിയില്ല. അപ്പൊ ബേസിക് വളരെ പ്രധാനം. പല വിദ്യാർത്ഥികളുടെയും പ്രശ്നം ഇതാണ്, ബേസിക് ഉണ്ടാക്കിയെടുത്തില്ല എന്നാണ്. പിന്നീട് വലിയ ക്ലാസ്സുകളിലേക്ക് എത്തിയതിനു ശേഷം, 10ലേക്ക് എത്തിയതിനു ശേഷം പിന്നെ ബേസിക് ഉണ്ടാക്കിയെടുക്കുക എന്നത് പ്രയാസകരമായിരിക്കും. ഏതായാലും നമുക്ക് കാര്യത്തിലേക്ക് വരാം. ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പറയുന്നത്. ഒന്നാമതായിട്ട് നമുക്ക് വേർഡ്സ്, ഏതൊക്കെ തരം വേർഡ്സുകൾ എന്തൊക്കെയാണ് കണ്ടാൽ തിരിച്ചറിയണം. വേർഡ്സുകളെ ഏത് തരത്തിൽപ്പെട്ട വാക്കുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് തിരിച്ചറിഞ്ഞാലേ നമുക്ക് അതിനനുസരിച്ച് ആ ഗ്രാമറിൽ അത് ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ, സെന്റൻസിൽ അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. എല്ലാ വാക്കുകളും ഒരുപോലെയല്ല, വാക്കുകൾ പലതരമുണ്ട്. അതിൽ പ്രധാനമായിട്ട് മനസ്സിലാക്കി വെക്കേണ്ട വാക്കുകളുടെ ചില വേർഷൻസ് ഉണ്ട്. അതാണ് ഞാൻ ആദ്യം പറയുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പൊ ഉദാഹരണത്തിന് ഇതൊരു സ്റ്റിക്കാണ്, അല്ലെ? ഒരു സ്റ്റിക്കാണ്, ഒരു വടിയാണ്. ഈ വടി, അപ്പൊ ഇതൊരു വടിയാണ്, വടി അല്ലെങ്കിൽ സ്റ്റിക്ക്. നോക്ക, സ്റ്റിക്ക്. ഇതൊരു മാർക്കറാണ് അല്ലെങ്കിൽ പേനയാണ്, പെൻ, അല്ലെ? ഇത് ഒരു ഇറേസറാണ്, ഇറേസർ. ഈ 3 വേർഡുകൾ നമ്മൾ വെച്ചു. ഇറേസർ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഇറേസ് ചെയ്യും, അല്ലെ? സ്റ്റിക്ക് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? സാധാരണ നമ്മൾ കെയിൽ അടിക്കും, വടിയെന്നും പറയട്ടോ, കെയിൽ. പല ആവശ്യമൊക്കെ ഉപയോഗിക്കും. പേന കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? എടുക്കും, റൈറ്റ്. നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇറേസർ, സ്റ്റിക്ക്, പെന്ന്, ഇറേസ്, കെയിൽ, റൈറ്റ്. ഞാൻ 4 വേർഡ്സുകളാണ് ബോർഡിൽ എഴുതിയത്. ഈ വേർഡ്സുകളുടെ ഒക്കെ പ്രത്യേകത എന്താണ്? ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഇറേസർ, സ്റ്റിക്ക്, പെന്ന്. ഞാൻ ഒന്നുകൂടെ എഴുതാം, ബോർഡ്. ഈ വാക്കുകളുടെയൊക്കെ പ്രത്യേകത എന്താണ്? ഞാൻ എൻ്റെ പേര് എഴുതാം, ഹക്കീം. എന്താ പ്രത്യേകത? ഞാൻ എൻ്റെ നാട് എഴുതാം, കക്കാർ. ഇതൊക്കെ ഈ ഒരു ഗ്രൂപ്പിലാണ്. വാ, ഈ ഗ്രൂപ്പിൽ നമുക്ക് എഴുതാൻ പറ്റുന്നത് ടോക്ക്, സംസാരിക്കുക. നിങ്ങൾ ഞാൻ പറയുന്നത് എന്ത് ചെയ്യുന്നു? കേൾക്കുന്നു, ലിസൺ. ഈ വാക്കുകളുടെ പ്രത്യേക വ്യത്യാസം എന്താണ്? നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കി. ഇതിനൊക്കെ എന്താണ്? ഇതൊക്കെ ഒരു വസ്തുവിന്റെ, ഒരു സ്ഥലത്തിന്റെ, ഒരാളുടെ പേരാണ്, അല്ലെ? ഇറേസർ, സ്റ്റിക്ക്, പെൻ, ബോർഡ്. സ്റ്റിക്ക്, ഇറേസർ, പെൻ, ബോർഡ് എല്ലാം ഓരോ വസ്തുക്കളുടെ പേരാണ്. അപ്പൊ ഒരു വസ്തുവിന്റെയോ സ്ഥലത്തിന്റെയോ, സ്ഥലം അല്ലെങ്കിൽ കേരള സ്ഥലമാണ്, സ്ഥലത്തിന്റെയോ ഒരാളുടെയോ വ്യക്തിയുടെയോ, വസ്തുവിന്റെയോ വ്യക്തിയുടെയോ സ്ഥലത്തിന്റെയോ പേര്. വ്യക്തിയാണ്, സ്ഥലങ്ങളാണ്, വസ്തുക്കളാണ്. വസ്തുവിന്റെയോ വ്യക്തിയുടെയോ സ്ഥലത്തിന്റെയോ പേരുകളെ സൂചിപ്പിക്കുന്ന വാക്കാണ്. അതിൽ നമ്മൾ പറയുന്ന പേരാണ് നൗൺ. ഇപ്പൊ നൗൺ എന്താണ്? ഇംഗ്ലീഷിൽ നൗൺ എന്താണ്? നൗൺ എന്ന് പറയുന്നത് വസ്തുവിന്റെയോ സ്ഥലത്തിന്റെയോ വ്യക്തിയുടെയോ പേരിനെ സൂചിപ്പിക്കുന്നതാണ് നൗൺ എന്ന് പറയുന്നത്.
അതുപോലെ മറ്റു പല വസ്തുക്കളുടെയും സ്ഥലങ്ങളുടെയും പേരിനെ സൂചിപ്പിക്കുന്നതാണ് നൗൺ. ടേം പഠിച്ചു വെക്കുക. നൗൺ എന്താണെന്ന് ടേം പഠിച്ചു വെക്കുക. ഇനിയുള്ള ക്ലാസ്സുകളിൽ സ്കൂളിലാണെങ്കിലും ഇവിടെയാണെങ്കിലും ഒക്കെ നമ്മളോട് പറയാം നൗണ് എന്നാണ്. നൗൺ എന്ന് കേൾക്കുമ്പോൾ തന്നെ കൺഫ്യൂഷൻ വരരുത്. അതൊന്നുകിൽ വസ്തുവിന്റെ പേരാണ്, സ്ഥലത്തിന്റെ പേരാണ്, വ്യക്തിയുടെ പേരാണ്. ഒരുപാട് വാക്കുകളിൽ നിന്ന് നമുക്കൊരു സെന്റൻസ് തന്നാൽ ആ സെന്റൻസിൽ നിന്ന് നൗൺ എടുത്ത് എഴുതാൻ പറയുമ്പോൾ അല്ലെങ്കിൽ നൗണ് ഇങ്ങനെയാവും എന്ന് പറയുമ്പോൾ ഏതാണ് നൗൺ എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഈ തിരിച്ചറിയാൻ പറ്റാത്തതാണ് നമ്മുടെ പ്രശ്നം. അപ്പൊ ഇനി മുതൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. കാരണം ഇതിൽ മൂന്നിൽ ഏതെങ്കിലും ഒന്നാണെങ്കിൽ നൗൺ ആണെന്ന് നമുക്കറിയാം. ഇനി ഇപ്പുറത്തെ എഴുതിയത് ഇതൊക്കെ എന്താണ്? ഇറൈസ്, മായ്ക്കാനാണ്. ഇറൈസ്. കെയിൻ, അടിക്കാനാണ്. കെയിൻ എന്നുള്ളത് നൗണായിട്ട് വരാറുണ്ട്. അതെങ്ങനെ? വടി എന്നുള്ള അർത്ഥത്തിന്. എനിവേ, റൈറ്റ്, എഴുതുക. ടോക്ക്, സംസാരിക്കുക. ലിസൺ, ശ്രദ്ധിച്ച് കേൾക്കുക. ഇതൊക്കെ എന്താണ്? പ്രവർത്തികളാണ്. ഇതൊക്കെ പ്രവർത്തികളാണ്. പ്രവർത്തികൾക്ക് നമ്മൾ ഇംഗ്ലീഷിൽ എന്ത് പറയും? വേർബ്സ് എന്ന് പറയും. വേർബ്സ്. സോ ദീസ് ആർ വേർബ്സ്. ഇവയൊക്കെ എന്താണ്? വേർബ്സുകളാണ്. ഇപ്പൊ രണ്ട് ടേംസ് നമ്മൾ പഠിച്ചു. വേർബ്സ് എന്താണ്? നൗൺ ആണ്. വേർബ്സിന്റെ പ്രത്യേകത എന്താണ്? ഇറ്റ് ഡിനോട്ട്സ് ആൻ ആക്ഷൻ. ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന വാക്കിനാണ് ഇംഗ്ലീഷിൽ വേർബ്സ് എന്ന് പറയുന്നത്. പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന വാക്കുകൾക്ക് ഇംഗ്ലീഷിൽ പറയുന്ന പേരാണെന്ത്? വേർബ്സ്. വസ്തുവിനെയോ വ്യക്തിയുടെയോ സ്ഥലത്തെയോ സൂചിപ്പിക്കുന്ന വാക്കുകൾക്ക് ഇംഗ്ലീഷിൽ പറയുന്നതാണെന്ത്? നൗൺ. രണ്ട് ടേംസ് പഠിച്ചു, കുറിച്ചു വെക്കുക. ഇനി നൗണ് ഇറേസർ. ഇതാണ് നമ്മുടെ ഇറേസർ. ഇറേസറിന്റെ നിറം എന്താണ്? ബ്ലാക്ക്. സോ വി ക്യാൻ സേ ബ്ലാക്ക് ഇറേസർ അല്ലെ? ബ്ലാക്ക്. ഇനിയും പറയാം ഇതിനെ കുറിച്ച് വിശേഷണം ഒരുപാട്. സ്റ്റിക്ക്. സ്റ്റിക്ക് ഇവിടെ സ്റ്റിക്ക്, സോറി, ബ്രൗൺ സ്റ്റിക്ക്, റൂൾഡ് സ്റ്റിക്ക്, സ്മോൾ സ്റ്റിക്ക് പറയാം. ഇതിന് വിശേഷണം കൊടുക്കണം. സ്മോൾ സ്റ്റിക്ക്. ഇനി പെൻ. പെൻ, നൈസ് പെൻ. ന്യൂ പെൻ. ദിസ് ഈസ് എ ന്യൂ പെൻ. ഇതൊരു പുതിയ പേനയാണ്. ന്യൂ, പുതിയത്. സ്മോൾ, ചെറിയത്. ബ്ലാക്ക്, കറുപ്പ്. ബോർഡ്, എങ്ങനത്തെ ബോർഡാണ്? വൈറ്റ് ബോർഡാണ്. സ്ക്വയേർഡ് ബോർഡാണ് അല്ലെ? സ്ക്വയേർഡ്. റെക്ടാങ്കുലർ ഷേപ്ഡ് ആണ് അല്ലെ? അങ്ങനെ റെക്ടാങ്കുലർ ഷേപ്ഡ് ആണ്. ന്യൂ ആണ്. വൈറ്റ് ആണ്. എന്ത് വിശേഷവും വെക്കാം. എന്തൊക്കെ വിശേഷം നമുക്ക് വെക്കാൻ പറ്റും? വിശേഷം നമുക്ക് വെക്കാം. വൈറ്റ്. ഈ വാക്കുകൾ ഇതൊക്കെ എന്താണ്? ഇത് വസ്തുവിന്റെയോ സ്ഥലത്തിന്റെയോ പേരാണ്? അല്ല. ഇത് പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന വേർഡാണ്? അല്ല. പിന്നെ എന്താ? ഇറേസർ എന്ന് പറയുന്ന ഈ വസ്തുവിനെ വിശേഷിപ്പിക്കാൻ ഉപയോഗിച്ച വേർഡാണിത്. ബ്ലാക്ക്. ഇറേസർ എന്ന് പറയുന്ന ഈ വസ്തുവിനെ വിശേഷിപ്പിക്കാൻ ഉപയോഗിച്ച വേർഡാണ് ബ്ലാക്ക്. വിശേഷണമാണ്. സ്മോൾ, സ്റ്റിക്ക്. ഈ സ്റ്റിക്കിനെ വിശേഷിപ്പിക്കാൻ ഉപയോഗിച്ച സാധനമാണ് അല്ലെങ്കിൽ വേർഡാണ് സ്മോൾ. സോ സ്മോൾ എന്നത് വിശേഷണമാണ്. ന്യൂ, ഈ പേനയെ വിശേഷിപ്പിക്കാൻ ഉപയോഗിച്ച വാക്കാണ് ഇത്. ന്യൂ, പുതിയ. അതും ഒരു വിശേഷണമാണ്. വൈറ്റ്, ബോർഡിനെ വിശേഷിപ്പിക്കാൻ. ഓരോ വിശേഷണങ്ങൾ വസ്തുവിനെയോ സ്ഥലത്തിനെയോ വ്യക്തി, അതായത് നൗണിനെ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാക്കുകൾ അല്ലെങ്കിൽ നൗണിനെ വിശേഷിപ്പിക്കുന്ന വിശേഷണങ്ങൾ, ഇതിനെ നമ്മൾ എന്ത് വിളിക്കും? അഡ്ജക്റ്റീവ് എന്ന് വിളിക്കും. അഡ്ജക്റ്റീവ്. അപ്പൊ അഡ്ജക്റ്റീവ്സ് എന്താ മനസ്സിലായില്ലേ? ഒരു നൗണിനെ വിശേഷിപ്പിക്കുന്ന വാക്കുകൾക്കാണ് എന്ത് പറയാ? അഡ്ജക്റ്റീവ്സ് എന്ന് പറയാം. നൗണിനെ വിശേഷിപ്പിക്കുന്ന വാക്കുകൾക്കാണ് അഡ്ജക്റ്റീവ്സ് എന്ന് പറയും. അപ്പൊ വേർബ്സിനെ വിശേഷിപ്പിക്കുന്ന വാക്കുകൾക്ക് എന്ത് പറയും? ഇറേസ്, മായ്ക്ക. ഞാൻ മായ്ക്കാണ്. ഞാൻ ഇങ്ങനെ മായ്ക്കാണ്. മായ്ക്കുമ്പോ മായ്ച്ചു. ഞാൻ ഇങ്ങനെ മായ്ക്കാണ്. സ്ലോലി. ഇറേസ്, സ്ലോലി. മെല്ലെ അടിക്കുക. സ്ലോലി, മെല്ലെ. മെല്ലെ. വിശേഷം. ഞാൻ എങ്ങനെയാ മായ്ച്ചത്? മെല്ലെയാണ് മായ്ച്ചത്. ഇറേസ് സ്ലോലി. കെയിൻ, സ്ട്രോങ്ലി. വളരെ ശക്തിയായിട്ട് ഞാൻ അടിച്ചു. സ്ട്രോങ്ലി. റൈറ്റ്. റൈറ്റ് ഫാസ്റ്റ്. ഞാൻ ഫാസ്റ്റ് ആയിട്ട് എഴുതാണ്. റൈറ്റ് ഫാസ്റ്റ് അല്ലെങ്കിൽ റൈറ്റ് നീറ്റ്. ടോക്ക് ലൗഡ്ലി. ഉറക്കെ സംസാരിക്കാണ്. ലൗഡ്ലി, ഉറക്കെ. ലൗഡ്ലി മീൻസ് ഉറക്കെ. ലിസൺ കെയർഫുള്ളി. വളരെ ശ്രദ്ധിച്ചു കേൾക്കണം കേട്ടോ. പറയുന്നതൊക്കെ വളരെ ശ്രദ്ധിച്ചു കേൾക്കണം. Carefully. Look, raise slowly. Came strongly. Write fast. Talk loudly. Listen carefully. എങ്ങനെയാണ് ഇറേസ് മായ്ച്ചത്? സ്ലോലി. എങ്ങനെയാ മായ്ച്ചത്? പ്രവൃത്തി എങ്ങനെയായിരുന്നു എന്ന് വിശേഷിപ്പിക്കുന്ന വാക്കാണത്.
കെയിൻ, അടിക്കുക. എങ്ങനെയാ അടിച്ചത് വിശേഷിപ്പിക്കുന്ന വാക്കാണത്. സ്ട്രോങ്ലി, വളരെ ശക്തിയായിട്ട് അടിച്ചു. റൈറ്റ്, എഴുതാണ്. എങ്ങനെ എഴുതിയത്? ഫസ്റ്റ്. ടോക്ക് ലൗഡ്ലി, ഉറക്കെ സംസാരിക്കുക. ലിസൺ കെയർഫുള്ളി. ഈ പ്രവർത്തികൾ വിശേഷണം, ഈ വേർബ്സിനെ വിശേഷിപ്പിക്കുന്ന വാക്കുകളാണ് ഇവർക്ക്. ഇവയെ എന്ത് പറയും? നൗണിനെ വിശേഷിപ്പിക്കുന്ന വാക്കുകൾക്ക് അഡ്ജക്റ്റീവ് എന്നാണ് നമ്മൾ പറഞ്ഞത്. വേർബ്സിനെ വിശേഷിപ്പിക്കുന്ന വാക്കുകൾക്ക് നമ്മൾ എന്ത് പറയും? adverbs. Adverbs. So today now we study 4 terms, 4 important basic terms in English grammar. ഇംഗ്ലീഷിലെ വളരെ ബേസിക് ആയ 4 കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. noun, adjective, verbs, adverbs. Connect them. Noun is connected with adjective or adjective is connected with noun. Nounനെ വിശേഷിപ്പിക്കുന്നതാണ് adjective, verbനെ വിശേഷിപ്പിക്കുന്നതാണ് adverbs. രണ്ടിന് മുമ്പ് ആടുണ്ട്. adjective, adverbs. ഇനി വേർബ്സ് എന്താണെന്ന് ചോദിച്ചാൽ കൺഫ്യൂഷൻ വരരുത്. വേർബ്സ് എന്ന് പറഞ്ഞാൽ വാക്കുകളിലെ പ്രവൃത്തിയെ ഡിനോട്ട്സ് ആൻ ആക്ഷൻ, ആക്ഷനെ സൂചിപ്പിക്കുന്ന. നിങ്ങൾക്ക് ഇത് ഒന്നുകൂടി കേൾക്കണമെങ്കിൽ ഒന്നുകൂടി റീപ്ലൈ ചെയ്യുക, എന്നിട്ട് വീണ്ടും കേൾക്കുക, മനസ്സിൽ ഉറപ്പിക്കുക എന്താണ് സാധനം, ഇമേജിൻ ചെയ്യുക. വാക്ക് ഇങ്ങനെ കാണാതെ ചൊല്ലിപ്പെടുത്തുന്നത്. നിങ്ങളിപ്പോൾ ചെയ്യുന്ന പ്രവർത്തികൾ, ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തികൾ, കുറെ പ്രവർത്തികളുടെ ഇംഗ്ലീഷ് പഠിച്ച് നോക്കുക. ഇതാണ് വേർബ്സ്. നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള വസ്തുക്കൾ നൗൺസ് ആയിട്ടുള്ളത് ജസ്റ്റ് കമന്റ് ചെയ്യൂ. താഴെ നിങ്ങൾ കമന്റ് ചെയ്യൂ. ആ കിട്ടിയ നൗൺസുകൾ കുറച്ച് ഉദാഹരണമൊക്കെ കമന്റ് ചെയ്ത് നോക്കൂ. താഴെ കുറച്ച് വേർബ്സിന് ഉദാഹരണങ്ങൾ കമന്റ് ചെയ്യൂ. പിന്നെ അഡ്ജക്റ്റീവ്സ്. ഓക്കെ, റൈറ്റ്. അപ്പം ഇതാണ് ഇന്ന് നമ്മൾ പഠിച്ച ഒന്നാമത്തെ ഭാഗം. അതായത് എന്താണ് നൗൺ, എന്താണ് അഡ്ജക്റ്റീവ്സ്, എന്താണ് വേർബ്സ്, എന്താണ് adverbs. എന്തിനാണ് നമ്മൾ പഠിക്കുന്നത്? ഇവയൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സെന്റൻസ് ഉണ്ടാക്കുക. നമ്മുടെ മുമ്പിൽ വരുന്ന സെന്റൻസുകൾ ഇവയൊക്കെയാണ്. കൺവേഴ്സേഷൻ ഫില്ലിംഗ് ചെയ്യാൻ പറയുമ്പോൾ, ക്വസ്റ്റ്യൻ ആൻസർ പറയുമ്പോൾ, നമ്മൾ ഡയറി എഴുതേണ്ടി വരുമ്പോൾ, അതുപോലെ തന്നെ നമ്മുടെ കോൺവെർസേഷൻസ് ഉണ്ടാക്കേണ്ടി വരുമ്പോൾ, ഇംഗ്ലീഷിൽ പറയാനും എഴുതാനും കേൾക്കാനും ഒക്കെയുള്ളത് ഇവയൊക്കെ ഉപയോഗിച്ചിട്ടാണ്. അപ്പൊ നമ്മൾ ഈ പഠിച്ച അഡ്ജക്റ്റീവ്സും നൗണും വെച്ചിട്ട് ഇംഗ്ലീഷിൽ ഒരു ക്വസ്റ്റ്യൻ വരാം. 10ാം ക്ലാസ്സിൽ വരാറുണ്ട്, 9ാം ക്ലാസ്സിൽ വരാറുണ്ട്, 8ാം ക്ലാസ്സിൽ വരാറുണ്ട്. എന്താണ്? വേർഡ് പിരമിഡ്. കേട്ടിട്ടുണ്ടോ? വേർഡ് പിരമിഡ്. വേർഡ് പിരമിഡ് ഉണ്ടാക്കാൻ ഉദാഹരണ സഹിതം തന്നിട്ടുണ്ടാവും. ആരെ? ക്വസ്റ്റ്യൻ പേപ്പറിൽ വേർഡ് പിരമിഡ് തന്നിട്ടുണ്ടാവും. വേർഡ് പിരമിഡ്. ഒരു വേർഡ് തരും. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ നേരത്തെ അടുത്ത് വേർഡ് എടുക്കാം. ബോൾ. അത് കുറച്ച് മുകളിലേക്ക് എഴുതുന്നുണ്ട്. സോറി, ബോൾ. ഈ ബോർഡ് പിരമിഡിനെ നമ്മൾ എന്ത് ചെയ്യണം? എക്സ്റ്റെൻഡ് ചെയ്ത് വലുതാക്കി കൊണ്ടുവരണം. ഈ ബോർഡ് എന്നുള്ള വാക്കിനെ വലുതാക്കി കൊണ്ടുവരണം. എങ്ങനെ? അഡ്ജക്റ്റീവ്സ് ചേർത്ത് കൊടുക്കാൻ മുമ്പില് നമ്മളൊന്ന് ചിന്തിക്കാം. ബോർഡിന്റെ തൊട്ട് മുമ്പിൽ നമ്മളൊരു ആർട്ടിക്കിൾ ചേർത്ത് കൊടുക്കുന്നു. about 1 ഒരു മാർക്കാട്ടോ. ഈ കൊടുത്തതിന് ഒരു മാർക്കാണ്, അല്ലെങ്കിൽ ദാട്ട് കൊടുക്കാൻ ഒരു മാർക്കാണ്. ദായും ദിയും എയും ആനും ഉപയോഗിക്കേണ്ട കുറിച്ച് ആർട്ടിക്കിൾസിന്റെ ഇതിൽ നമ്മൾ വേറെ പറയും. അപ്പൊ എബോ നമ്മൾ ഇട്ട് കൊടുത്തു. ഏത് വാക്കാണോ കിട്ടുന്നത്, നൗൺ ആണോ, മുമ്പിൽ ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ ആനിട്ട് കൊടുക്കാം. ആനിട്ട് കൊടുക്കേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ച് നമ്മൾ മാറ്റി പറയും, അല്ലെങ്കിൽ ദാട്ട് എബോ. ഇനി ബോർഡിനെ കുറിച്ച് ഒന്ന് ചിന്തിച്ച് നോക്കുന്നതിന് നിറം എ വൈറ്റ് ബോർഡ്. ഒന്നും സ്കിപ്പ് ചെയ്യരുത്. ഇവിടെ ഒരു വേർഡേ ഉള്ളൂ, ഇവിടെ 2 വേർഡ്സ് ഉണ്ട്, ഇവിടെ 3 വേർഡ്സ്. ഞാനിതിലൊരു അഡ്ജക്റ്റീവ് കുറിച്ച് വൈറ്റ് ഉണ്ട്. നിങ്ങൾക്ക് 2 മാർക്ക്, ഇതിനൊരു മാർക്കാണ്, ഒരു മാർക്ക്. നെക്സ്റ്റ്, ഇനിയും നമ്മൾ ഒരു വിശേഷണം. ഇതിനെന്താണ്? സ്ക്വയർഡ് ആണ്, ന്യൂ ആണോ? എ ന്യൂ വൈറ്റ് ബോർഡ്. 3 മാർക്കായി. 1 മാർക്ക്, 2 മാർക്ക്, 3 മാർക്ക്. ഓരോ വരിക്ക് ഓരോ മാർക്കാണ്. ഓരോ വരിക്ക് ഓരോ മാർക്കാണ്. ബോർഡ് ഒരു വാക്ക് ഇട്ട് കൊടുക്കും. ഈ ഇവിടെ ഇട്ട വാക്കിന്റെ എണ്ണം കുറഞ്ഞു പോയത് ആ വാക്ക് തന്നെ എഴുതുക. അതിന് മുമ്പിൽ ഒരു വിശേഷണം ഇട്ട് കൊടുക്കുക. എ വൈറ്റ് ബോർഡ്, എ ന്യൂ വൈറ്റ് ബോർഡ്. നമ്മൾ ചിന്തിക്കുക എന്താണ് ഇതിന് കൊടുക്കാൻ പറ്റിയ വിശേഷണം. ഞാൻ നോക്കുക, ഞാൻ എന്താ വിശേഷണം. നമ്മൾ ആ രൂപം മനസ്സിൽ കാണാം. നമ്മുടെ മനസ്സിലെപ്പോഴും രൂപങ്ങളാണ് വേണ്ടത്, ചിത്രങ്ങളാണ് വേണ്ടത്. വാക്കുകളൊന്നും വരാതെ മനസ്സിൽ നിൽക്കുക. വാക്കുകളും അക്കങ്ങളൊക്കെ മനസ്സിൽ നിൽക്കുന്ന കുറവാണ്. അത് മനസ്സിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പ്രധാന കാരണം എന്താണ്? അതിന് രൂപങ്ങളും ചിത്രങ്ങളും. അതാണ് നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡ്. അങ്ങനെ നമ്മുടെ മനസ്സിൽ കഴിയുക. അതിനുള്ള കാര്യങ്ങൾ ഞാൻ എൻ്റെ മോട്ടിവേഷൻ ക്ലാസ്സിലുള്ള ഒരു ലിങ്ക് ഞാൻ ഇതിലുണ്ട്. എൻ്റെ മുകളിൽ ഈ ഐ ബട്ടൺ നോക്കിയാൽ, ഐ ബട്ടണിൽ അല്ലെങ്കിൽ എൻ്റെ പ്ലേ ലിസ്റ്റിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. എൻ്റെ മറ്റൊരു ഒഫീഷ്യൽ ചാനലുണ്ട്, ലുഖ്മാനുൽ ഹക്കീം എന്ന് പറഞ്ഞിട്ടുള്ള ചാനൽ. അതിൽ ഒരുപാട് മോട്ടിവേഷൻ ക്ലാസ്സുകൾ നിങ്ങൾക്ക് സ്റ്റുഡൻസിന്, രക്ഷിതാക്കൾക്ക്, അതുപോലെ ഫാമിലിക്കൊക്കെ ഉപകാരപ്പെടുന്ന ഒരുപാട് മോട്ടിവേഷൻ ക്ലാസ്സുകൾ
അതുപോലെ ഗൈഡൻസ് ക്ലാസ്സുകളൊക്കെ ആയിട്ടുണ്ട്. നിങ്ങൾ ആ ചാനൽ കൂടി ഇത് കൂട്ടത്തിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതിലെ വീഡിയോസ് നിങ്ങൾ വാച്ച് ചെയ്യണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. എങ്ങനെ പഠിച്ചത് മറക്കാതിരിക്കാം, എങ്ങനെ നന്നായി പഠിക്കാം, റിവിഷൻ എങ്ങനെ വ്യക്തമായി ചെയ്യാം, പരീക്ഷയ്ക്ക് എങ്ങനെ തയ്യാറെടുക്കാം, പരീക്ഷാ ഹാളിൽ എന്തൊക്കെ ചെയ്യും, ഇതൊക്കെ വ്യക്തമായിട്ട് ഞാൻ ആ ചാനലിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നിങ്ങൾക്ക് ആ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ കാണാവുന്നതാണ്. ഓക്കെ, ശരി. ഈ ചാനലിന്റെ പ്ലേലിസ്റ്റിലുണ്ട്. മാത്രമല്ല ഇതിന്റെ താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട് അതിന്റെ ലിങ്ക്. മാത്രമല്ല ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, മുകളിൽ നോക്കാം, മുകളിൽ ഐ ബട്ടൺ ഉണ്ട്. a new whiteboard. ഇപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് a board, a whiteboard, a new whiteboard. ഇനി വിശേഷിച്ചു നമുക്ക് a new whiteboard, a new, ഞാൻ ആദ്യം ഇവിടെ ഉള്ളത് എടുത്ത് കേട്ടോ, ഇവിടെ ഉള്ളത് കൊണ്ട് എടുത്ത് ഇതാണ് a new whiteboard. എവിടെയാണ് വെച്ചിട്ടുള്ളത്? on the wall. ചുമ്മാ on the wall. എത്ര സെന്റൻസ് ആയി, എത്ര മാർക്കായി പറയുന്നുണ്ട്? 4 മാർക്കായി. 1, 2, 3, 4. ഇനിയും ഉണ്ടാക്കാൻ വേണമെങ്കിൽ അപ്പൊ ഇതിലിപ്പോ പറയുന്ന ഒറ്റതാ വിശേഷണം ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഈ വിശേഷണം ഇട്ട് കൊടുത്തിട്ടാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത്? വേർഡ് പിരമിഡ്സ്. വേർഡ് പിരമിഡ്, ഇതിനാണ് വേർഡ് പിരമിഡ് എന്ന് പറയുന്നത്. 4 മാർക്ക്. പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും ഈ ചോദ്യം. ഒരു മോഡൽ അവർ തന്നിട്ടാണ് അവരെന്ത് ചെയ്യാം? ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കി ഈ മോഡൽ തന്നിട്ടാണ് അവരെന്ത് ചെയ്യാം? നമുക്ക് തരാം. എന്നിട്ട് നമുക്കൊരു വേർഡ് തരും. ആ വേർഡിനനുസരിച്ച് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കാം. ഇതിൽ അവസാന ഭാഗമൊക്കെ ആയിട്ട് ഉണ്ടാകും. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ടാവില്ല. ഇത് 100% വരുന്ന ക്വസ്റ്റ്യൻ അല്ല, 70% വരുന്ന ക്വസ്റ്റ്യൻ. ചില ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ഉണ്ടാവും, ചില ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ഉണ്ടാവില്ല. ചില ക്വസ്റ്റ്യൻസ് 100% വരുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഏതായാലും 8ാം ക്ലാസ്സിലൊക്കെ തീർച്ചയായിട്ടും കാണപ്പെടുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് വേർഡ് പിരമിഡ് എന്ന് പറയുന്നത്. ഇത് വേർഡ് പിരമിഡ് ഉണ്ടാക്കുന്നത് മാത്രമല്ല നമ്മൾ പഠിക്കുന്നത് അഡ്ജക്റ്റീവ്സ് എങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്നു. ഒരു രീതി മാത്രമാണ് പറഞ്ഞത് അഡ്ജക്റ്റീവ്സിന്റെ ആവശ്യകത. അഡ്ജക്റ്റീവ്സ് ഒരുപാട് ചേർത്ത് കൊടുത്തിട്ട് എങ്ങനെ വേർഡിനെ എക്സ്റ്റെൻഡ് ചെയ്യാം, വലുതാക്കി കൊടുക്കുന്നത്. പിരമിഡ് പോലെ പിരമിഡ് പോലെ. അതുകൊണ്ടാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? വേർഡ് പിരമിഡ് എന്ന് വിളിക്കുന്നത്. പിരമിഡ് അറിയില്ല, ഈജിപ്തിലെ പിരമിഡ്. ഇനി അപ്പോ that's all for today. See you, happy learning. നിങ്ങൾ കൂട്ടുകാർക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്.